ഇന്ന് ദീപാവലിയാണ്. ദീപാവലീൻ്റെ അന്ന് നമ്മൾക്ക് ലക്ഷ്മി കുബേര പൂജ ചെയ്യാം കേട്ടോ. ലക്ഷ്മി പൂജയും ചെയ്യാം, ലക്ഷ്മി കുബേര പൂജ. അപ്പോൾ മെയിൻ ഇത് നമ്മൾക്ക് ലക്ഷ്മി കുബേര പൂജ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം പിന്നെ അത് ചെയ്യാമെന്ന് വെച്ചാൽ ദേവിക്ക് ഒരു പുതിയ സാരി വേണം, വള, മഞ്ഞൾ, പിന്നെ നമ്മൾ ഇതുപോലെയൊക്കെ വെക്കണം. കുന്നിക്കുരും ചെറിയ ഇത് ഇവിടെ ചോഴി പറയും നമ്മൾ നടുന്നത്. പിന്നെ മഞ്ഞൾ, പിന്നെ നമ്മൾ തീർത്ഥം വെക്കുന്നത്. പിന്നെ കുബേരനെ വെക്കുമ്പോൾ നമ്മൾ ഇതുപോലെ പൈസയൊക്കെ വെക്കണം. ചില്ലറ പൈസയാണ് കൂടുതൽ വേണം, 108 ചില്ലറ പൈസയൊക്കെ വെക്കാം. അപ്പം അത്ര ഇല്ലാത്ത കാരണം 9 അതിൽ കൂടുതൽ അങ്ങനെ വെക്കാം. പിന്നെ കുറച്ച് പഴങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള, കുറേ ഒന്നും വെക്കണം എന്നൊന്നുമില്ല, കുറച്ച് വെച്ചാൽ തന്നെ മതി. പിന്നെ നവധാന്യങ്ങൾ അങ്ങനെ വെക്കുക. പിന്നെ നമ്മൾ പായസം, എന്ത് പായസമാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പാല് തിളപ്പിച്ചിട്ട് അതിൽ കൽക്കണ്ട് ഇട്ടിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പായസം ഇനിയിപ്പം കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ കുബേരൻ്റെ യന്ത്രം മേടിക്കാൻ കിട്ടും. യന്ത്രത്തിൽ ഇതുപോലെ നമ്പർ ഉണ്ടാവും. അപ്പം ഇവിടെ എൻ്റെ അടുത്തില്ല, യന്ത്രം ഇല്ലാത്ത കാരണം ഞാനിങ്ങനെ മഞ്ഞൾ കലക്കിയിട്ട് നമ്മൾ വിരലുകൊണ്ട് ഇങ്ങനെ എഴുതില്ലേ, ഇങ്ങനെ കള്ളിയിട്ടിട്ട് അത് നമ്പർ എഴുതുക. പിന്നെ ഇവിടെയൊക്കെ ശ്രീന്ന് എഴുതണം. ഈ 4 ഭാഗത്ത് ശ്രീന്ന് എഴുതിയിട്ട് നമ്പേഴ്സ് എഴുതുക. പിന്നെ ഇത് ലക്ഷ്മി കുബേര പൂജയ്ക്ക് നിന്ന് കിട്ടുന്ന ഒരു കോയനാണ് കേട്ടോ, ഞാൻ കാട്ടിത്തരാം. ലക്ഷ്മി ദേവീൻ്റെ ഉണ്ടാവും ഒരു ഭാഗത്ത്, പിന്നെ ഈ ഭാഗത്ത് കുബേരൻ്റെ ഉണ്ടാവും, കാണുന്നുണ്ടോ? ഇപ്പം ഇത് നമ്മൾക്ക് 108 കോയിൻ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾക്ക് 1 രൂപേൻ്റെ 108 കോയിൻ അങ്ങനെ വയ്ക്കുക, അല്ലെങ്കിൽ 5 രൂപേൻ്റെ കോയിൻ. ഇത് നമ്മൾക്ക് മീഷോയിലൊക്കെ കിട്ടുന്നുണ്ട്, മീഷോയിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ മേടിച്ചാലും കൂടെ. അപ്പോൾ ഇതിന് ഈ കള്ളിയിൽ വെക്കുന്നത് നമ്മൾക്ക് 9 എണ്ണം വേണം കേട്ടോ. അതിപ്പം 1 രൂപേൻ്റെ കോയിനാണെങ്കിലും 5 രൂപയാണെങ്കിലോ, അതില്ലാത്തവർ അല്ല ഇതുള്ളവർ ഇത് വെക്കുക. ഇതില്ലാത്തവരാണെങ്കിൽ 1 രൂപേൻ്റെ കോയിൻ അല്ലെങ്കിൽ 5 രൂപേൻ്റെ കോയിൻ ഇങ്ങനെ വെച്ചിട്ട് പൂജ ചെയ്യുക. പിന്നെ ഏറ്റവും വലിയത് താമരപ്പൂ വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ. പിന്നെ നമ്മൾ കലശത്തിന് താഴത്തെ തട്ടിൽ കുറച്ച് പച്ചയും അതിന് മുകളിൽ ഒരു നുള്ളു മഞ്ഞളും കുങ്കുമം ഇടുക. പിന്നെ കലശം എന്ന് പറയുന്ന ഇതിൽ നമ്മൾ വെള്ളം നല്ലോണം നിറയ്ക്കൊന്നും വേണ്ട, ഒരു പാകത്തിന് തേങ്ങ മുങ്ങാത്ത പോലെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞളും പച്ചക്കർപ്പൂരവും ഇട്ടിട്ട് അതിന് മുകളിൽ ആ തേങ്ങ വന്നിട്ട് നമ്മൾ നല്ല കഴുകിയിട്ട് മഞ്ഞൾ തേച്ചിട്ട് മഞ്ഞളും കുങ്കുമം വയ്ക്കുക, അല്ലെങ്കിൽ ചന്ദനം കുങ്കുമം അങ്ങനെ വയ്ക്കുക. പിന്നെ മാവിൻ്റെ ഇല മാറുന്നത്. പിന്നെ നമ്മൾ വലിയ വിളക്ക് വെക്കണം. അപ്പോൾ വലിയ വിളക്കില്ലാത്തതിന് ചെറിയ വിളക്ക് വെച്ച് ഫസ്റ്റ് നമ്മൾ ഗണപതിനെ പൂജിക്കണം. അപ്പം നമ്മൾക്ക് ഇങ്ങനെ ചെറിയ ഗണപതി ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കുക, അതല്ലെങ്കിൽ മഞ്ഞൾ കലക്കിയിട്ട് മഞ്ഞളിൽ നമ്മൾക്ക് പിടിക്കുക ഗണപതിനെ, അങ്ങനെ വെച്ചിട്ട് അങ്ങനെ പൂജ ചെയ്യാം. അത് ചെയ്തതിന് ശേഷം നമ്മൾ കുലദൈവം എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കൊരു ദൈവം ഉണ്ടാവുമല്ലോ, നമ്മളെ അച്ഛമ്മമാരും നമ്മളെ മുന്നുള്ള ആൾക്കാരൊക്കെ അമ്പലത്തിൽ പോകും തൊഴുകയൊക്കെ ചെയ്ത്, അതുപോലെയൊക്കെ നമ്മൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ നമ്മൾ കുലദൈവത്തിന് ഇങ്ങനെ ഒരു ചെമ്പിൽ വെള്ളം വയ്ക്കുക. എന്നിട്ട് ദീപം കത്തിച്ചിട്ട് നന്നായി പ്രാർത്ഥിക്കുക കുലദൈവത്തിനെ വിചാരിച്ചിട്ട്. അതിന് ശേഷം ലക്ഷ്മി ദേവിനെ നല്ലോണം പൂജ ചെയ്യണം. അപ്പം എൻ്റെ കയ്യിൽ കുപ്പിവള ഉണ്ട്. ഞാൻ കുപ്പിവളയിൽ മാല ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, കാണുന്നുണ്ടോ? മാല കെട്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 108 മന്ത്രം ചൊല്ലിയിട്ട് കുങ്കുമത്തിൽ അർച്ചന ചെയ്യാം. അപ്പം അതാണ് കേട്ടോ അത്. ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ലക്ഷ്മി കുബേര പൂജ. ഇനിയിപ്പം നമ്മൾ വൈകുന്നേരം പൂജ ചെയ്യും. അപ്പോഴും നമ്മൾക്ക് നൈവേദ്യമായിട്ട് എന്തൊക്കെ വെക്കാൻ പറ്റുമെന്ന് വെച്ചെങ്കിൽ മധുരമുള്ള എന്തെങ്കിലും വയ്ക്കും. ശർക്കര പായസവും ചക്കര പൊങ്കൽ അതുപോലെയൊക്കെ ഉണ്ടാവില്ലേ, സേമിയ പായസവും മധുരമുള്ള എന്തെങ്കിലും ഒരു തരത്തിലുള്ള പായസം എന്തും വയ്ക്കും. പിന്നെ കുബേരന് ഏറ്റവും ഇത് പച്ച കളറിലുള്ളതാണെന്നൊക്കെ പറയുന്നത്. അപ്പം എൻ്റെ കയ്യിൽ കുബേരൻ്റെ ഇല്ല, ഞാൻ ഓർഡർ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല സംഭവം. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വർഷം നോക്കാം എങ്ങനെയാണെന്നുള്ളത്, കുബേരനെ വെച്ചിട്ടൊക്കെ പൂജ ചെയ്യുന്നത്. കുബേരനുള്ളവർ കുബേരനെ വെച്ചിട്ട് പൂജ ചെയ്യാം.
മന്ത്രം ഇത് നമ്മളിങ്ങനെ വരഞ്ഞിട്ടില്ല, ഈ വരഞ്ഞതിന് മുന്നിൽ വെച്ചാൽ മതി. കുബേരനെ വെക്കുക, അല്ലെങ്കിൽ ലക്ഷ്മി ദേവീൻ്റെ അവിടെ കുബേരനെ വെക്കുക. എന്നിട്ട് നല്ല പ്രാർത്ഥിക്കാം. ലക്ഷ്മി കുബേര പൂജ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. കുബേരൻ നമ്മളെ അനുഗ്രഹിക്കും, ലക്ഷ്മി ദേവി നമ്മളെ അനുഗ്രഹിക്കും. അപ്പം ദീപാവലിക്ക് ഇതുപോലെ ഈ വർഷം ചെയ്യാൻ പറ്റാത്തവർ അടുത്ത വർഷം ചെയ്തോളൂ ഇതുപോലെ കേട്ടോ. നമ്മൾ പൈസ വെക്കണം, ചില്ലറ പൈസ, പിന്നെ സ്വർണം, വെള്ളി. ഞാൻ വെള്ളി വെക്കാൻ മറന്നുപോയി. വെള്ളി വെക്കണം.